ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അക്യുവേദ ലേണിംഗ് ഹബ്. നമ്മുടെ ഇന്നത്തെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോസ്റ്റ് യൂണിറ്റ് ആൻഡ് കോസ്റ്റ് സെൻറ്ററിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. കോസ്റ്റ് യൂണിറ്റ് ആൻഡ് കോസ്റ്റ് സെൻറ്റർ. കോസ്റ്റ് ആർ അസർട്ടൈൻഡ് ബൈ കോസ്റ്റ് യൂണിറ്റ്സ് ആൻഡ് കോസ്റ്റ് സെൻറ്റേഴ്സ്. Before cost finding is started, appropriate cost centers and cost units should be selected. അതായത് കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നത് കോസ്റ്റ് സെൻറ്ററിൻ്റെയും കോസ്റ്റ് യൂണിറ്റിൻ്റെയും അടിസ്ഥാനത്തിലാണ്. നമ്മുടെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോസ്റ്റ് സെൻറ്ററും കോസ്റ്റ് യൂണിറ്റും ഏതാണെന്ന് സെലക്ട് ചെയ്യുകയും വേണം. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോസ്റ്റ് സെൻറ്ററും കോസ്റ്റ് യൂണിറ്റും ഏതാണെന്ന് സെലക്ട് ചെയ്യുകയും ചെയ്യേണ്ടത് നമ്മുടെ ഒരു കടമയാണ്. അപ്പം കോസ്റ്റ് യൂണിറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. മീനിങ് ഓഫ് കോസ്റ്റ് യൂണിറ്റ്. Cost of production is ascertained and expressed in terms of units of quantity of the goods or services. For this purpose, every item of goods or services should be divided into convenient units of quantity. Such units of quantity in terms of which the cost is expressed is known as cost unit. Cost unit is thus the unit of quantity in terms of which costs are ascertained and expressed. Cost units depends on the type of industry and the nature of goods produced. Example, kilogram, liter, dozen, etc. അപ്പോൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസിൻ്റെ ക്വാണ്ടിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അസർട്ടൈൻ ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് എത്ര കോസ്റ്റായി എന്ന് കണക്ക് കൂട്ടുന്നതാണ് കോസ്റ്റ് യൂണിറ്റ്. സിമ്പിളായിട്ട് പറയാം, ഗുഡ്സ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും കോസ്റ്റ് കണക്കാക്കുന്നതിന് ഒരു യൂണിറ്റ് ഉണ്ടായിരിക്കും, യൂണിറ്റ് ഓഫ് ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ പർപ്പസിന് വേണ്ടി എല്ലാ ഐറ്റം ഓഫ് ഗുഡ്സ് ഓർ സർവീസിനെ നമ്മൾ കൺവീനിയൻ്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് ഓഫ് ക്വാണ്ടിറ്റി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അതായത് തരം തിരിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഓരോ പ്രൊഡക്ട്സിൻ്റെയും യൂണിറ്റ്സ് ഓഫ് ക്വാണ്ടിറ്റിയാണ് നമ്മൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് യൂണിറ്റ് എന്നാൽ യൂണിറ്റ് ഓഫ് ക്വാണ്ടിറ്റി ആണ്. അതായത് കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാനും എക്സ്പ്രസ് ചെയ്യാനുമുള്ള പ്രൊഡക്റ്റിൻ്റെ യൂണിറ്റ് ഓഫ് ക്വാണ്ടിറ്റിയാണ് കോസ്റ്റ് യൂണിറ്റ്. അപ്പോൾ ഇത് നമുക്ക് എക്സാമ്പിളെല്ലാം പറയുമ്പോൾ നന്നായി മനസ്സിലാവും. കോസ്റ്റ് യൂണിറ്റ് പ്രൊഡക്റ്റിൻ്റെ ഇൻഡസ്ട്രിയെയും നേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. എക്സാമ്പിൾ കിലോഗ്രാം. എന്താ കിലോഗ്രാം? അതായത് നമ്മൾ പഞ്ചസാര 1 കിലോഗ്രാം, 2 കിലോഗ്രാം, 5 കിലോഗ്രാം അങ്ങനെ അളക്കുന്നില്ലേ, ആ ഒരു മെഷർമെൻ്റ് ഇല്ലേ, അതാണ് കോസ്റ്റ് യൂണിറ്റ്. അതായത് ആ ഒരു ക്വാണ്ടിറ്റി, നമ്മളിപ്പോൾ അരി വാങ്ങുന്നത് 10 കിലോ ആണ്, ആ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നതാണ് കോസ്റ്റ് യൂണിറ്റ്. അതേപോലെ ലിറ്റർ, നമ്മൾ പാല് വാങ്ങുന്നത് 1 ലിറ്റർ, അത് ആ ഒരു ക്വാണ്ടിറ്റീനെ ബേസ് ചെയ്തിട്ടല്ലേ. അതേപോലെ ഡസൻ, നമ്മളിപ്പോൾ ഫാൻസിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വളകളൊക്കെ വാങ്ങുന്നത് അല്ലേ, 12 എണ്ണം ഒരു ഡസൻ അല്ലേ. അതേപോലെ ആ ഒരു അളവ് മെഷർമെൻറ്റ്, നമ്മുടെ ഒരു അളവ് കോലിനെയാണ് നമ്മൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. Definition of cost unit. ICMA London defines a cost unit is defined as a unit of product, service or time or a combination of these in relation to which cost may be ascertained and expressed. ICMA അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് ലണ്ടൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസ് ഓർ ടൈം ഓർ കോമ്പിനേഷൻ ഓഫ് ദീസ്, അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു കോമ്പിനേഷൻ ആവാം. അപ്പോൾ ഇതിൻ്റെ ഒരു യൂണിറ്റിനെയാണ് നമ്മൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ആ യൂണിറ്റിൻ്റെ ബേസിൽ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാനും എക്സ്പ്രസ് ചെയ്യാനും സാധിക്കുന്നു. അതാണ് നമ്മുടെ ഡെഫിനേഷനിൽ പറയുന്നത്. ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കാം. മോർ എക്സാമ്പിൾസ് ഫോർ കോസ്റ്റ് യൂണിറ്റ്സ് റിലേറ്റഡ് ഇൻഡസ്ട്രി. അത് ഇൻഡസ്ട്രിയും കോസ്റ്റ് യൂണിറ്റ് നമ്മൾ 2 ടേബിളായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിമൻറ്റിൻ്റെ കോസ്റ്റ് യൂണിറ്റ് എന്താ? പെർ ടൺ അല്ലെങ്കിൽ പെർ ബാഗ് അല്ലേ. നമുക്കിപ്പോൾ 50 കിലോൻ്റെ ഒരു ബാഗ് ഉണ്ടാവും, അല്ലെങ്കിൽ പെർ ടൺ കണക്കിനായിരിക്കും സിമൻറ്റ് വരിക. അതേപോലെ ഷുഗർ ടൺ കണക്കിനായിരിക്കും വരിക അല്ലേ, ഷോപ്പിലെല്ലാം വരുമ്പം. പിന്നെ ടെലിവിഷൻ ആൻഡ് റേഡിയോ പെർ സെറ്റാണ്. പെയിൻറ്റ് എന്ന് പറയുമ്പോൾ പെർ ലിറ്റർ അല്ലെങ്കിൽ ഓർ ഗാലൻ. ഓക്കെ, അതുപോലെ കെമിക്കൽസും പെർ ലിറ്റർ ആവാം, ഗാലൺ ആവാം, kg ആവാം, ടൺ ആവാം. ഓട്ടോമൊബൈൽ എന്ന് പറയുമ്പോൾ നമ്പർ ആവാം. മൈൻസ് എന്ന് പറയുമ്പോൾ പെർ ടൺ. ടിമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർ ക്യൂബിക് ഫൂട്ട്. അതായത് നമ്മൾ മരം അങ്ങനെയല്ലേ മുറിച്ച് കഴിഞ്ഞാൽ പെർ ക്യൂബിക് ഫൂട്ടിനല്ലേ നമ്മൾ മരം സെയിൽ ചെയ്യുമ്പോഴൊക്കെ. അതുപോലെ ടെക്സ്റ്റൈൽസിൽ എന്താ പെർ മീറ്റർ അല്ലെങ്കിൽ യാർഡ്, നമ്മൾ മീറ്ററിലൊക്കെയല്ലേ നമ്മുടെ മെറ്റീരിയലെല്ലാം മുറിക്കുന്നതൊക്കെ. അതുപോലെ ഇലക്ട്രിസിറ്റി കിലോ വാട്ട് ഹവറിലായിരിക്കും. ട്രാൻസ്പോർട്ട് പെർ പാസഞ്ചർ കിലോമീറ്റർ, അതായത് ഇത്ര കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത്ര രൂപ എന്നല്ലേ നമ്മൾ നിശ്ചയിക്കാറ്.
അതുപോലെ യൂണിവേഴ്സിറ്റി പെർ സ്റ്റുഡൻറ്റ് പെർ മന്ത്, നമ്മൾ ഒരു സ്റ്റുഡൻറ്റിന് ഇത്ര മന്ത് അങ്ങനത്തെ ഒരു കണക്കിലായിരിക്കും നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ. അതുപോലെ ഹോട്ടലിൽ ചെന്നാൽ അറിയാം അല്ലേ, ഒരു കപ്പ് കാപ്പിക്ക് ഇത്ര രൂപ, അല്ലെങ്കിൽ ഒരു കപ്പ് ചായക്ക് ഇത്ര രൂപ, അതുപോലെ ഒരു ഊണിന് ഇത്ര രൂപ, അല്ലെങ്കിൽ മസാല ദോശയ്ക്ക് ഇത്ര രൂപ എന്നൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ആ ഒരു അളവ് മെഷർമെൻ്റാണ് നമ്മുടെ കോസ്റ്റ് യൂണിറ്റ്. ഹോസ്പിറ്റലിൽ പെർ പേഷ്യൻറ്റ് പെർ ഡേ, ഒരു ദിവസം ഇത്ര പേഷ്യൻറ്റ്, അല്ലെങ്കിൽ ഒരു ദിവസം ഒരു പേഷ്യൻറ്റിന് ഇത്ര രൂപ, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. ആ ഒരു ക്വാണ്ടിറ്റിയെയാണ് നമ്മൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കോസ്റ്റ് സെൻറ്റർ എന്താണെന്ന് നോക്കാം. ഓക്കെ, എന്താണ് കോസ്റ്റ് സെൻറ്ററിൻ്റെ മീനിങ്? For the costing of products or services, an organization should be divided into departments or branches or sections. Each department or branch or section is known as cost center. In simple words, cost center means a section, department of the business to which cost can be charged. അതായത് ഒരു ഓർഗനൈസേഷനിലെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിൻ്റെ കോസ്റ്റിംഗ് പർപ്പസിന് വേണ്ടി അതിനെ ഡിപ്പാർട്ട്മെൻറ്റ്, ബ്രാഞ്ച്, സെക്ഷനൊക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്, ബ്രാഞ്ച്, ആ സെക്ഷനെയാണ് നമ്മൾ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരു ഓർഗനൈസേഷൻ, ആ ഓർഗനൈസേഷനിൽ തന്നെ നമ്മൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും അല്ലേ, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റായി തിരിച്ചിട്ടുണ്ടാവും. അതുപോലെ ബ്രാഞ്ചസ് ഉണ്ടാവും അല്ലേ. ഇപ്പം കേരളത്തിൽ തന്നെ നമ്മുടെ തിരുവനന്തപുരത്തുണ്ട്, കൊച്ചിയിലുണ്ട്, കോട്ടയത്തുണ്ട്, അങ്ങനെ പല ബ്രാഞ്ചായി തിരിച്ചതുണ്ടാവും. അപ്പോൾ അതിനെയൊക്കെയാണ് നമ്മൾ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു സിമ്പിൾ മീനിങ്ങിൽ പറയുകയാണെങ്കിൽ, ഒരു കോസ്റ്റ് ഉണ്ടായാൽ അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഉണ്ടായത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഡിപ്പാർട്ട്മെൻറ്റ്, ബ്രാഞ്ച് അല്ലെങ്കിൽ സെക്ഷനൊക്കെ ആയി ഡിവൈഡ് ചെയ്യും. അങ്ങനെ ഡിവൈഡ് ചെയ്തതിനെ നമുക്ക് കോസ്റ്റ് സെൻറ്റർ എന്ന് വിളിക്കാം. ഇനി നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. CIMA ലണ്ടൻ ഡിഫൈൻ ചെയ്തത്, അതായത് ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്, ലണ്ടൻ ഡിഫൈൻസ് കോസ്റ്റ് സെൻറ്റർ ഈസ് എ ലൊക്കേഷൻ, എ പേഴ്സൺ ഓർ an item of equipment or group of these for which cost may be ascertained and used for the purpose of cost control. അതായത് കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് മേ ബി എ ലൊക്കേഷൻ, അതായത് ഒരു ലൊക്കേഷൻ ആവാം, കേരള അല്ലെങ്കിൽ ഇന്ത്യ, അങ്ങനെയുള്ളൊരു ലൊക്കേഷൻ ആവാം, അല്ലെങ്കിൽ ഒരേ പേഴ്സൺ, ഒരു വ്യക്തിയാവാം. ഇപ്പം മനു അല്ലെങ്കിൽ അരുൺ അല്ലെങ്കിൽ അഖിൽ, അങ്ങനെ ഒരു വ്യക്തിയാകാം. അതല്ലെങ്കിൽ ഒരു ഐറ്റം ഓഫ് എക്യുപ്മെൻ്റ് ആവാം, ഇപ്പോൾ ഒരു മെഷീനറി, അങ്ങനെയുള്ള ഒരു എക്യുപ്മെൻ്റ് ആവാം. അതല്ലെങ്കിൽ എന്താണ്, ഒരു ഗ്രൂപ്പ് ഓഫ് ഐറ്റംസ് ആവാം, അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം ഒരു ഗ്രൂപ്പ് ആവാം. ഇങ്ങനെയുള്ള ഓരോ ഐറ്റത്തിനുണ്ടാകുന്ന ചിലവില്ലേ, അപ്പോൾ അങ്ങനെ വരുന്ന ചിലവ് അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഐറ്റത്തിൻ്റെ ചിലവ്, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കോസ്റ്റിനെ അസർട്ടൈൻ ചെയ്യാനും കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും വേണ്ടി നമുക്ക് കോസ്റ്റ് സെൻറ്റർ യൂസ് ചെയ്യാം. അതാണ് കോസ്റ്റ് സെൻറ്ററിൻ്റെ ഡെഫിനിഷനിൽ പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ, കുഞ്ഞു ക്ലാസ്സാണ്. അതായത് കോസ്റ്റ് യൂണിറ്റ് എന്താണ്, അതിൻ്റെ മീനിങ്, ഡെഫിനിഷൻ, എക്സാമ്പിൾ, അതുപോലെ കോസ്റ്റ് സെൻറ്റർ എന്താണെന്നും അതിൻ്റെ ഡെഫിനിഷനും പഠിച്ചു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കോസ്റ്റ് സെൻറ്ററിൻ്റെ ടൈപ്സും അതുപോലെ ഇത് തമ്മിലുള്ള ഡിഫറൻസും നോക്കാം. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സപ്പോർട്ട് അവർ ചാനൽ ഫോർ മോർ വീഡിയോ. സബ്സ്ക്രൈബ് അക്യുവേദ.